ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് 2024 ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. താഴെ പറയുന്ന സംസ്ഥാനങ്ങളിൽ ദ്വിമണ്ഡല സമ്പ്രദായം നിലനിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? SCERT ഫാക്റ്റ് ആണ് അല്ലേ? അതായത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, കർണാടകയാണ് ദ്വിമണ്ഡല സമ്പ്രദായം നിലനിൽക്കുന്ന സംസ്ഥാനം. ഓക്കെ, ഓപ്ഷൻ എ കർണാടക. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ നിയമവാഴ്ച എന്ന ആശയം ഏത് വിദേശ ഭരണഘടനയുടെ സ്വാധീനത്തിൽ ഉൾപ്പെടുത്തിയതാണ്? ഓക്കെ, നിയമവാഴ്ച എന്ന് പറയുന്നത് അപ്പോൾ ഏത് വിദേശ ഭരണഘടനയുടെ സ്വാധീനത്താൽ ഉൾപ്പെടുത്തിയതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ബ്രിട്ടൻ ആണ്. നിയമവാഴ്ച എന്നുള്ളത് എടുത്തിരിക്കുന്നത് ഓപ്ഷൻ സി, ബ്രിട്ടനിൽ നിന്നാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ ഭരണഘടനാപരമായ അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയും. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നോക്കേണ്ട കാര്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അഥവാ CRPCക്ക് പകരമായിട്ട് നിലവിൽ വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം. നമുക്ക് CRPCക്ക് പകരമായിട്ട് നിലവിൽ വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഭാരതീയ നഗരിക് സുരക്ഷാ സംഹിത. ഓപ്ഷൻ ബി, ഭാരതീയ നഗരിക് സുരക്ഷാ സംഹിത. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നാറ്റോ അല്ലേ, നാറ്റോയുടെ സൈനിക സഖ്യത്തിൻ്റെ സെക്രട്ടറി ജനറൽ ആരാണ്? അപ്പോൾ നാറ്റോയുടെ സൈനിക സഖ്യത്തിൻ്റെ സെക്രട്ടറി ജനറൽ ആരാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്, ജെൻസ് സ്റ്റോൾട്ടൻബർഗ്. ഓക്കെ, ജെൻസ് സ്റ്റോൾട്ടൻബർഗ് ആണ് നാറ്റോയുടെ സൈനിക സഖ്യത്തിൻ്റെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. താഴെ പറയുന്ന അവകാശങ്ങളിൽ കോടതി മുഖേന പൗരന് സ്ഥാപിച്ച് കിട്ടുന്ന അവകാശം ഏതാണ്? അപ്പോൾ നമുക്ക് ഒരു പൗരന് കോടതി മുഖേന സ്ഥാപിച്ച് കിട്ടുന്ന അവകാശം ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, അതായത് സമാധാനപരമായി യോഗം ചേരാനുള്ള അവകാശം. ഓക്കെ, ഓപ്ഷൻ ഡി, സമാധാനപരമായി യോഗം ചേരാനുള്ള അവകാശം. അടുത്ത ക്വസ്റ്റ്യൻ, നിയമനിർമ്മാണത്തിനുള്ള അധികാരം പാർലമെൻറ്റിനാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻ എന്ന് പറയുന്നത്, നിയമനിർമ്മാണത്തിൽ രാജ്യസഭയ്ക്കും ലോകസഭയ്ക്കും തുല്യ അധികാരമാണ്. ധനകാര്യ ബില്ലുകൾ ആരംഭിക്കുന്നത് രാജ്യസഭയിലായിരിക്കും. നിയമനിർമ്മാണത്തിൽ രാഷ്ട്രപതിക്ക് പരിമിതമായ വിറ്റോ അധികാരമുണ്ട്. അപ്പോൾ അതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? അതായത് നിയമനിർമ്മാണത്തിലുള്ള അധികാരം പാർലമെൻറ്റിനാണ്. സോ അതിൽ പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ, 1ഉം 3ഉം ആണ് ശരി. അതായത് നിയമനിർമ്മാണത്തിൽ രാജ്യസഭയ്ക്കും ലോകസഭയ്ക്കും തുല്യ അധികാരമാണ്. നിയമനിർമ്മാണത്തിൽ രാഷ്ട്രപതിക്ക് പരിമിതമായ വിറ്റോ അധികാരം ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആരാണ്? നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആരാണ്? അതായത് ഓപ്ഷൻ ബി ആണ് അല്ലേ, സുമൻ ബെറിയാണ്. അപ്പോൾ നീതി ആയോഗിൻ്റെ ചെയർപേഴ്സൺ ആരാണ്? അത് പ്രധാനമന്ത്രിയാണ് അല്ലേ. ഇപ്പോൾ വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ആരാണ്? ഓപ്ഷൻ ബി ആണ്, സുമൻ ബെറി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. സമത്വം, സാഹോദര്യം എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്തു. അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണല്ലേ, അതായത് 1ഉം 3ഉം ആണ് ആൻസർ എന്ന് പറയുന്നത്. 1ഉം 3ഉം ആണ് ആൻസർ എന്ന് പറയുന്നത്. അതായത് സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്തു. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് ആരാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ, അതായത് അക്കാമ ചെറിയാനാണ്. അക്കാമ ചെറിയാനാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗം അല്ലാത്തത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത്, കൂടുതൽ അധികാരത്തോടു കൂടിയ കേന്ദ്ര ഗവൺമെൻറ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെടുത്തിയതാണ്? അതായത് കൂടുതൽ അധികാരത്തോടു കൂടിയ കേന്ദ്ര ഗവൺമെൻറ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെടുത്തിയതാണ്? ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണല്ലേ, കാനഡയാണ് ഇന്ത്യൻ ഫെഡറലിസം എന്നുള്ളത് ഇന്ത്യ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാജ്യമെന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഉപരാഷ്ട്രപതി അതായത് വൈസ് പ്രസിഡൻറ്റുമായിട്ടുള്ള തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അപ്പോൾ ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി റിലേറ്റഡ് ആയിട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട MP-മാർക്കെല്ലാം വോട്ടവകാശം ലഭിക്കുന്നു. ലോക്സഭയിലെ മുഴുവൻ MP-മാർക്കും വോട്ടവകാശം ലഭിക്കുന്നു. രാജ്യസഭയിലെ മുഴുവൻ MP-മാർക്കും വോട്ടവകാശം ലഭിക്കുന്നു. അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് അല്ലേ, ഇവയൊന്നും അല്ല. അതായത് ഇതെല്ലാം തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ്. അപ്പോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെക്കുറിച്ച് പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏതാണ്? അതായത് കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെക്കുറിച്ച് പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, വനമാണ് കേട്ടോ, വനമാണ് ഇതിൽ പെടാത്തത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്കാണ്? അമേരിക്കൻ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്കാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ, 4 വർഷത്തേക്കാണ് അമേരിക്കൻ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? അന്റോണിയോ ഗുട്ടറസ് എന്ന് പറയുന്നത് ഏത് രാജ്യക്കാരനാണ്? അദ്ദേഹം പോർച്ചുഗൽകാരനാണ്. അതായത് ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി, പോർച്ചുഗൽകാരനാണ് അന്റോണിയോ ഗുട്ടറസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാജ്യസഭയുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാം? രാജ്യസഭയുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ്? രാജ്യസഭ സ്പീക്കർ സ്ഥാനം ഉപരാഷ്ട്രപതി വഹിക്കുന്നു. രാജ്യസഭ ഒരു സ്ഥിരം സഭയല്ല. രാജ്യസഭ അംഗങ്ങളെ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു. രാജ്യസഭ ജനങ്ങളുടെ പ്രതിനിധി സഭയാണ്. അതായത് രാജ്യസഭ എന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രതിനിധി സഭയാണ്. അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. അതായത് രാജ്യസഭ എന്ന് പറയുന്ന ഒരു സ്ഥിരം സഭയല്ല. രാജ്യസഭ അംഗങ്ങളെ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു. രാജ്യസഭ ജനങ്ങളുടെ പ്രതിനിധി സഭയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശ്രീ വി മുരളീധരൻ MP കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏത് വിഭാഗത്തിൽ പെടുന്ന മന്ത്രിസ്ഥാനമാണ് കൈകാര്യം ചെയ്തിരുന്നത്? അപ്പോൾ മുരളീധരൻ്റെ നമ്മുടെ മന്ത്രിസ്ഥാനം ഏതാണ്? അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത് ഓപ്ഷൻ ബി ആണ്, സഹമന്ത്രിയാണ്. ഓക്കെ, വി മുരളീധരൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, സഹമന്ത്രിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതാണ്? അപ്പോൾ ജസ്റ്റിസ് ഹരിലാൽ ജെ കെനിയ ആയിരുന്നു സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് AJ ദേശായി ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണിത്. ജില്ലാ കോടതികളുടെയും കീഴ്ക്കോടതികളുടെയും മേൽനോട്ടം വഹിക്കുന്നത് സുപ്രീം കോടതിയാണ്. അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് 1ഉം 3ഉം ആണ്. അതായത് ഓപ്ഷൻ സി ആണ്. ജസ്റ്റിസ് ഹരിലാൽ ജെ കെനിയ ആയിരുന്നു സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ്. ഓക്കെ, ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അപ്പോൾ അത് നോക്കേണ്ട കാര്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗ്ഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത്? അപ്പോൾ ആർക്കാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ജനനി ജന്മ രക്ഷയാണ്. അതായത് നമ്മളുടെ പട്ടികവർഗ്ഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായിട്ടുള്ളതാണ് ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതാണെന്ന് നോക്കാം. ഇത് എക്കണോമിക്സിൽ വരുന്ന ക്വസ്റ്റ്യനും കൂടെയാണ് കേട്ടോ. ഓക്കെ, ബാങ്കുകളുടെ കാര്യമാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് അടുത്തിടെ മറ്റൊന്നുമായി ലയിപ്പിച്ച് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ 2ാമത്തെ വലിയ ബാങ്കായിട്ട് മാറിയത്? അപ്പോൾ ഏതാണ് ഈ ഇടയ്ക്ക് നമ്മളുടെ ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് അടുത്തിടെ മറ്റൊന്നുമായിട്ട് ലയിപ്പിച്ചിട്ട് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ 2ാമത്തെ വലിയ ബാങ്കായിട്ട് മാറിയത്? ഏത് ബാങ്കാണ്? ബാങ്ക് ഓഫ് ബറോഡയാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്, ബാങ്ക് ഓഫ് ബറോഡ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യൻ സർക്കാരിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത് എന്തിനെയാണ്? ഇന്ത്യൻ സർക്കാരിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ലക്ഷ്യമിടുന്നത് എന്തിനെയാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഒരു രാഷ്ട്രത്തിൻ്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, ആ രാജ്യത്തിൻ്റെ തീരത്തിൽ നിന്നും 12 നോട്ടിക്കൽ മൈലിനപ്പുറത്തുള്ള സമുദ്ര മേഖല. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുത്താനാവാത്തത് എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന അവകാശങ്ങൾ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ പെടുത്താവുന്നത് ഏതൊക്കെയാണ്? രാഷ്ട്രീയ അവകാശങ്ങൾ എന്നതിൽ പെടുത്താവുന്നത് ഏതൊക്കെയാണ്? ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം, ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള അവകാശം, ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിക്കാനുള്ള അവകാശം, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അതായത് ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം, ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള അവകാശം, സാർവത്രിക പ്രായപൂർത്തി, വോട്ടവകാശം. ഓക്കെ, അപ്പോൾ അതാണ് അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നത്. ഓക്കെ, അതായത് അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്നതിൽ പെടുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെൻറ്റിൻ്റെ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത് ഏത് വിഭാഗത്തിലാണ് പെടുന്നത്?
ഓപ്ഷൻ ബി ആണ്, കാര്യനിർവഹണ വിഭാഗം അല്ലേ. അപ്പോൾ നമുക്ക് ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ മാത്രമേ ഏൽപ്പിച്ചിട്ടുള്ള ഒരു വർക്ക് കറക്റ്റായിട്ട് നടത്താൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ്, കാര്യനിർവഹണ വിഭാഗം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ചെയർപേഴ്സൺ ശ്രീമതി സതീദേവിയാണ്. സ്ത്രീകൾക്ക് ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പു നൽകാനാണ് കമ്മീഷൻ രൂപീകൃതമായത്. അതുപോലെ കമ്മീഷന് ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരം ഉണ്ട്. അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ. അതായത് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് പി സതീദേവിയാണ്. സ്ത്രീകൾക്ക് ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പു നൽകാനാണ് കമ്മീഷൻ രൂപീകൃതമായിരിക്കുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതൊക്കെയാണ്? എ ഷാജഹാനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് പ്രധാന ധർമ്മം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുക. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, എ ഷാജഹാനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് പ്രധാന ധർമ്മം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുക എന്നതാണ് പ്രധാന ധർമ്മം. ഓക്കെ, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നത് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മായി ബന്ധം ഇല്ലാത്തതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൗലിക കർത്തവ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 11 മൗലിക കർത്തവ്യങ്ങളാണുള്ളത്. അനുച്ഛേദം 51A കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭരണഘടനയുടെ ഭാഗം 4A കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണല്ലേ. അതായത് ഓൾ ഓഫ് ദി എബോവ് ആണ്. ഓൾ ഓഫ് ദി എബോവ് ആണ്. അതായത് 11 മൗലിക കർത്തവ്യങ്ങളാണുള്ളത്. അനുച്ഛേദം 51A കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭരണഘടനയുടെ ഭാഗം 4A ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. ഞാനിത് ഉള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. കോവിഡിനെതിരായിട്ട് mRNA വാക്സിൻ വികസിപ്പിച്ചതിന് 2023 വൈദ്യശാസ്ത്ര നൊബേൽ നേടിയ വ്യക്തി ആരാണ്? അതായത് നമ്മുടെ കോവിഡിനെതിരായിട്ട് mRNA വാക്സിൻ വികസിപ്പിച്ചതിന് 2023 നമ്മുടെ വൈദ്യശാസ്ത്ര നൊബേൽ നേടിയ വ്യക്തി ആരാണ്? ഓപ്ഷൻ ബി ആണല്ലേ. അതായത് കാറ്റലിൻ കാരിക്കോ. ഓക്കെ, ഓപ്ഷൻ ബി കാറ്റലിൻ കാരിക്കോയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളുടെ ചീറ്റ പദ്ധതിയുടെ ഭാഗമായിട്ട് ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ എത്തിച്ച ചീറ്റകളെ ഏത് ദേശീയ ഉദ്യാനത്തിലാണ് പുനരധിവസിപ്പിച്ചത്? അപ്പോൾ നമ്മുടെ ചീറ്റകളെ, ആഫ്രിക്കയിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ചീറ്റകളെ നമ്മൾ എവിടെയാണ് താമസിപ്പിച്ചിരിക്കുന്നത്? ഓപ്ഷൻ സി ആണല്ലേ, കൂനോ ദേശീയ ഉദ്യാനത്തിലാണ്. അതായത് കൂനോ ദേശീയ ഉദ്യാനത്തിലാണ് ഇവയെ പാർപ്പിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ശലഭമാണ് പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. കോടതികളുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. ഓക്കെ, അതുപോലെ കീഴ്ക്കോടതികൾ സിവിൽ ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ പരിഗണിക്കുന്നു. അതായത് കീഴ്ക്കോടതികൾ എന്ന് പറയുന്നത് സിവിൽ ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ പരിഗണിക്കുന്നു. സുപ്രീം കോടതിക്ക് പ്രസിഡന്റിന് ഉപദേശം നൽകാം. ഓക്കെ, അപ്പോൾ ഇതിൽ കോടതികളുമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓൾ ഓഫ് ദി എബോവ് ആണ് അല്ലേ. ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദി എബോവ്. അതായത് ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. ശരിയാണ്. കീഴ്ക്കോടതികൾ സിവിൽ ക്രിമിനൽ കേസുകൾ പരിഗണിക്കുന്നുണ്ട്. ശരിയാണ്. സുപ്രീം കോടതിക്ക് പ്രസിഡന്റിന് ഉപദേശം നൽകാം. സോ അതും ശരിയാണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. വിദേശകാര്യം, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്, കൃഷി. അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് 1ഉം 2ഉമാണ്. വിദേശകാര്യം, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫുമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? പൊതുജനാരോഗ്യം സംസ്ഥാന ലിസ്റ്റിൽ ഒരു വിഷയമാണ്. അടുത്തത് വനം കൺകറൻറ്റ് ലിസ്റ്റിലെ വിഷയമാണ്. സൈബർ നിയമങ്ങൾ ശിക്ഷാധികാരങ്ങളിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓൾ ഓഫ് ദി എബോവ് ആണ് അല്ലേ. എ ആണ് ആൻസർ എന്ന് പറയുന്നത്, ഓൾ ഓഫ് ദി എബോവ്. അപ്പോൾ പൊതുജനാരോഗ്യം എന്ന് പറയുന്നത് സംസ്ഥാന ലിസ്റ്റിലാണ്. വനം കൺകറൻറ്റ് ലിസ്റ്റാണ്. സൈബർ നിയമങ്ങൾ ശിഷ്ടാധികാരത്തിൽ വരുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? അപ്പോൾ 73ാം ഭേദഗതിയെ
ചെറു ഭരണഘടന എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ആൻസർ കിട്ടിയില്ലേ. ഒരിക്കലും മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് 73-ാം ഭേദഗതി അല്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും. സോ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 74-ാം ഭേദഗതിയിലൂടെ നഗരപരിപാലിക സമ്പ്രദായം കൊണ്ടുവന്നു. അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഉണ്ട്. അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അതായത് 2ഉം 3ഉം ആണ് ആൻസർ എന്ന് പറയുന്നത് അല്ലേ. എ ആണ് ആൻസർ എന്ന് പറയുന്നത്. ഏതാണ്? 74-ാം ഭേദഗതിയിലൂടെ നഗരപരിപാലിക സമ്പ്രദായം കൊണ്ടുവന്നു. അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരവും ഉണ്ട്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 2ഉം 3ഉം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? കമ്മീഷന് ശിക്ഷ വിധിക്കാനുള്ള അധികാരം ഇല്ല. അതുപോലെ തന്നെ ഗവൺമെൻറ്റിനോട് ശുപാർശ ചെയ്യാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിക്കാൻ കോടതിയോട് ശുപാർശ നൽകാം. ഓക്കെ, ഇപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അതായത് ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ എന്ന് പറയുന്നത്. അതായത് കമ്മീഷന് ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല, ഗവൺമെൻറ്റിനോട് ശുപാർശ ചെയ്യാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിക്കാൻ കോടതിയോട് ശുപാർശ നൽകാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിർദ്ദേശക തത്വവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ അത് വേണ്ട. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചുവടെ ചേർത്തിരിക്കുന്നവയിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന ഏതാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത്? ഓപ്ഷൻ എന്ന് നോക്കാം. ഓപ്ഷൻ എന്ന് പറയുന്നത് ഏക പൗരത്വ നിയമമാണ് അല്ലേ. അതായത് ഏക പൗരത്വ നിയമമാണ്. അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക, ഇന്ത്യയുടെ അഖണ്ഡത ഊട്ടി ഉറപ്പിക്കുക. അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓൺലി 1 and 2 ആണ്. അതായത് നമ്മുടെ ഏക പൗരത്വ നിയമം, അതായത് ഏക പൗരത്വ നിയമം, അതുപോലെ അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക. ഓക്കെ, ഇന്ത്യയുടെ അഖണ്ഡത ഊട്ടിയുറപ്പിക്കുക എന്നുള്ളത് ഇതിൽ വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഉപരാഷ്ട്രപതിയെ 6 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾ ഇലക്ട്രൽ കോളേജിൽ അംഗങ്ങളല്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ. അതായത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അതായത് ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾ ഇലക്ട്രൽ കോളേജിൽ അംഗങ്ങളല്ല. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അതായത് 2ഉം 3ഉം ആണ് ശരിയെന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. 2022-23 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? ഒരു കറണ്ട് അഫെയറും കൂടെ ആണല്ലേ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. ഓപ്ഷൻ എ ആണ്, നിർമ്മല സീതാരാമൻ. ഓക്കെ, നിർമ്മല സീതാരാമനാണ് 2022-23 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഭരണഘടനയുടെ ആമുവുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് കേട്ടോ, അത് തെറ്റാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. നിയമനിർമ്മാണ പ്രക്രിയ കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത് അല്ലേ. അപ്പോൾ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് അമേരിക്കയിൽ നിന്നും, നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് ഐറിഷ് ഭരണഘടനയിൽ നിന്നും, നിയമനിർമ്മാണ പ്രക്രിയ എന്ന് പറയുന്നത് കനേഡിയയിൽ നിന്നുമാണ് എടുത്തത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലേ. ഓപ്ഷൻ എ ആണ് വരുന്നത്. അതായത് 1ഉം 2ഉം മാത്രമാണ് ശരി. മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും, നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നുമാണ് കടം എടുത്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ഉള്ളൂ. സുപ്രീം കോടതിക്ക് മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാവൂ. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും എല്ലാ കോടതിക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. അതായത് ഓൺലി 1 ആണ്. 1 എന്ന് പറഞ്ഞാൽ എന്താണ്? സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. അപ്പോൾ ബാക്കി 2 ഓപ്ഷൻ എന്ന് പറയുന്നത് തെറ്റാണ് അല്ലേ. അതായത് സുപ്രീം കോടതിക്ക് മാത്രം റിട്ടുകൾ പുറപ്പെടുവിക്കാവൂ, അല്ല ഹൈക്കോടതിക്കും പുറപ്പെടുവിക്കാം. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ജില്ലാ കോടതിക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാം, അല്ല അത് തെറ്റാണ്. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ഉള്ളൂ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അതായത് 1 മാത്രമാണ് ശരിയെന്ന് പറയുന്നത്. ഓക്കെ,
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷനെ കുറിച്ചുള്ള ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? ഓക്കെ, അപ്പോൾ 1951 രൂപം കൊണ്ട ഒരു ഫിനാൻസ് കമ്മീഷൻ ചെയർമാനാണ് KC നിയോഗി ആയിരുന്നത്. അതായത് 1951 രൂപം കൊണ്ട ആദ്യത്തെ ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് KC നിയോഗി ആയിരുന്നു. ഫിനാൻസ് കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾ ഉപദേശക സ്വഭാവം ഉള്ളതാണ്. അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമുള്ളതാണ് ഈ സമിതി. അർദ്ധ ജുഡീഷ്യൽ സ്വഭാവം ഇല്ല. അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. അതായത് 1, 2, 3 ആണ് ശരിയെന്ന് പറയുന്നത്, 4 ശരിയല്ല. അതായത് 1951 രൂപം കൊണ്ട ഈ ആദ്യത്തെ ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് KC നിയോഗിയാണ്. ഫിനാൻസ് കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾ ഉപദേശക സ്വഭാവമുള്ളതാണ്. അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമുള്ളതാണ് ഈ സമിതി എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ സംബന്ധിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? 1993 രൂപീകൃതമായി 102ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനാപരമായ അംഗീകാരം നേടി. കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് പ്രധാനമന്ത്രിക്കാണ്. കമ്മീഷൻ്റെ വാർഷിക റിപ്പോർട്ടുകൾ നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ്. അതായത് കമ്മീഷൻ്റെ വാർഷിക റിപ്പോർട്ട് നൽകേണ്ടത് പ്രധാനമന്ത്രിക്കാണ്, വാർഷിക റിപ്പോർട്ട് നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ്. അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. 1, 2, 4. ഓക്കെ, അതായത് 1993 രൂപീകൃതമായി 102ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനാപരമായ അംഗീകാരം നേടി. അതുപോലെ കമ്മീഷൻ്റെ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കേണ്ടത് രാഷ്ട്രപതിക്കാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഇപ്പോഴത്തെ കേന്ദ്ര മന്ത്രിസഭയിലെ അറ്റോമിക് എനർജി വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? അപ്പോൾ ഇപ്പോഴത്തെ കേന്ദ്ര മന്ത്രിസഭയിൽ അറ്റോമിക് എനർജി വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? കറണ്ട് അഫെയർ കൂടെയാണല്ലേ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ് നരേന്ദ്ര മോദി. ഓക്കെ, ഓപ്ഷൻ എ നരേന്ദ്രമോദി. ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ സി ആണ് ശ്രീ കിഷോർ മഗ്വാന. ഓക്കെ, കിഷോർ മഗ്വാനയാണ് ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയ ആദ്യത്തെ വനിത ആരാണ്? ചീഫ് സെക്രട്ടറി ഇതിലെത്തിയ ആദ്യത്തെ വനിത ആരാണ്? ഓപ്ഷൻ ബി ആണ് പത്മ രാമചന്ദ്രൻ. ഓക്കെ, പത്മ രാമചന്ദ്രനാണ് ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയ ആദ്യ വനിത എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ 350-ാം അനുച്ഛേദ പ്രകാരം കേരള സിവിൽ സർവീസ് വേതന ചട്ടങ്ങൾ നിർമ്മിക്കുവാനുള്ള അധികാരം ആർക്കാണ്? അതായത് സിവിൽ സർവീസിൻ്റെ വേതന ചട്ടങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ് അധികാരം എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി കേരള ഗവൺമെൻറ്. ഓക്കെ, കേരള ഗവൺമെൻറ്റിനാണ് നമ്മുടെ വേതന ചട്ടങ്ങൾ അല്ലേ, നമ്മുടെ കേരള സിവിൽ സർവീസിൻ്റെ ഇത് നിർമ്മിക്കാനുള്ളത് ഓപ്ഷൻ ഡി ആണ്, കേരള ഗവൺമെൻറ്. ഓക്കെ, മുമ്പത്തെ ക്വസ്റ്റ്യൻ 350 എന്ന് പറഞ്ഞ പോലെ തോന്നി. 350 അല്ല കേട്ടോ, 309 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 16ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനായിട്ട് നിയമിക്കപ്പെട്ടത് ആരാണ്? 16ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനായിട്ട് നിയമിക്കപ്പെട്ടത് ആരാണ്? നമ്മളുടെ അരവിന്ദ് പനഗരിയാണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്, അരവിന്ദ് പനഗരിയ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പരാമർശിക്കുന്നത് ഏതിലാണ്? ആർട്ടിക്കിൾ 312 ആണ് കേട്ടോ. ആർട്ടിക്കിൾ 312 ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അധികാരങ്ങളെ വിഭജിക്കുന്ന ലിസ്റ്റുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ്? നമ്മുടെ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അധികാരങ്ങളെ വിഭജിക്കുന്ന ലിസ്റ്റുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ, 7ാമത്തെ പട്ടികയിലാണ് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അധികാരങ്ങളെ വിഭജിക്കുന്ന ലിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ വസ്തുതകൾ ഏതൊക്കെയാണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിക്കുന്ന വസ്തുതകൾ നോക്കാം. യൂണിയൻ പബ്ലിക് സർവീസിൻ്റെ അംഗസംഖ്യ പ്രധാനമന്ത്രിക്ക് തീരുമാനിക്കാമെന്ന് ഭരണഘടന അനുശാസിക്കുന്നു. 62 വയസ്സ് വിരമിക്കൽ പ്രായം. യൂണിയൻ പബ്ലിക് സർവീസ് അംഗങ്ങളെയും ചെയർമാനെയും രാഷ്ട്രപതി നിയമിക്കുന്നു. യൂണിയൻ പബ്ലിക് സർവീസ് അംഗങ്ങളെ പുറത്താക്കാനുള്ള അധികാരം പ്രധാനമന്ത്രിക്കുണ്ടെന്ന് ഭരണഘടന പറയുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ,
ഓക്കെ 3 മാത്രമാണ്. അതായത് ഏറ്റവും ശരിയായ വസ്തുതകളാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 3 മാത്രം. അതായത് യൂണിയൻ പബ്ലിക് സർവീസ് അംഗങ്ങളെയും ചെയർമാനെയും രാഷ്ട്രപതി നിയമിക്കുന്നു. രാഷ്ട്രപതിയാണ് യൂണിയൻ പബ്ലിക് സർവീസ് അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് പാർട്ട് 2 ആണ് കേട്ടോ നോക്കിയത്. അപ്പോൾ നമുക്ക് പിന്നെ ഒരു ദിവസം പാർട്ട് 3 നോക്കാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ. ഓക്കെ.